ഒരു ദിവസം പുണ്യനബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സദസ്സിൽ ഒരു വ്യക്തി വന്ന് അദ്ദേഹത്തിന്റെ സങ്കടം പറയുന്നു. യാ റസൂലല്ലാഹ്, എന്റെ മകനെ കാണുവാനില്ല. പലയിടത്തും അന്വേഷിച്ചു, എങ്ങും കിട്ടിയില്ല. അങ്ങെന്റെ മകന് വേണ്ടി ദുആ ചെയ്താൽ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദുആയ്ക്ക് വേണ്ടി കൈകൾ ഉയർത്തുന്നതിനു മുമ്പ് സദസ്സിലുണ്ടായിരുന്ന മറ്റൊരാൾ എഴുന്നേറ്റ് പറഞ്ഞു, യാ റസൂലല്ലാഹ്, എനിക്ക് ഇദ്ദേഹത്തിന്റെ മകനെ നന്നായി അറിയാം. ആ കുട്ടിയെ ഞാൻ വരുന്ന വഴിയിൽ കുറച്ചു കുട്ടികളൊത്ത് ഇന്ന സ്ഥലത്ത് കളിക്കുന്നത് കണ്ടിരുന്നു. അത് കേട്ട കുട്ടിയുടെ പിതാവ് ഉടനെ തന്നെ പുറപ്പെടാനൊരുങ്ങി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അദ്ദേഹത്തെ വിളിച്ചു ചോദിച്ചു, തിരക്കായോ താങ്കൾക്ക്? അദ്ദേഹം പറഞ്ഞു, യാ റസൂലല്ലാഹ്, അങ്ങേക്കറിയാമല്ലോ ഒരു പിതാവിന്റെ വിഷമം. കുഞ്ഞിനെ കാണാതെ ഞാനും എന്റെ ഭാര്യയും വളരെ വിഷമത്തിലായിരുന്നു. ഭാര്യ ഭക്ഷണം പോലും കഴിച്ചിട്ടില്ല. ഇപ്പോഴാണെങ്കിൽ ഇദ്ദേഹം പറയുന്നു, എന്റെ മകൻ ഇന്ന സ്ഥലത്തുണ്ട് എന്ന്. അതുകൊണ്ട് വേഗം അവിടെ ചെല്ലാനും എന്റെ മകനെ കാണാനും തിടുക്കമായി പോയി നബിയെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, പൊയ്ക്കോളൂ, ഞാൻ അങ്ങയെ തടയുന്നില്ല. എന്നാൽ ഒരു കാര്യം ഓർമ്മിക്കുക, അങ്ങ് കുട്ടികൾ കളിക്കുന്നിടത്ത് ചെന്ന് മകനെ കാണുമ്പോൾ ഉറക്കെ മോനെ എന്ന് വിളിക്കരുത്. എന്താണോ അങ്ങയുടെ മകന്റെ പേര്, ആ പേര് മാത്രം വിളിക്കുക. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതിൽ എന്തെങ്കിലും അറിവ് നേടാനുണ്ടാകുമെന്ന് മനസ്സിലാക്കി നബിയോടായി ഞാൻ ചോദിച്ചു, യാ റസൂലല്ലാഹ്, ഞാൻ എന്റെ കാണാതായ മകനെ കാണുമ്പോൾ മോനെ എന്ന് വിളിച്ചാൽ എന്താണ് തെറ്റ്? പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അരുളി, അങ്ങ് മകനെ കാണാതെ വിഷമത്തിലായിരുന്നു. മകനെ നേരിട്ട് കാണുമ്പോൾ അങ്ങയുടെ വിളിയിൽ സ്നേഹത്തിന്റെ മാധുര്യമുണ്ടാകും. എന്നാൽ ആ കളിക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ചിലപ്പോൾ അനാഥ കുട്ടികളും ഉണ്ടാകാം. അത് അങ്ങേക്കറിയില്ലല്ലോ. അവരുടെ മുമ്പിൽ അങ്ങ് സ്നേഹത്തോടെ മോനെ എന്ന് വിളിക്കുമ്പോൾ ആ യതീം കുട്ടിയുടെ മനസ്സ് വേദനിച്ചേക്കാം. എന്റെ പിതാവുണ്ടായിരുന്നെങ്കിൽ എന്ന് ആശിച്ച് ആ കുഞ്ഞു മനസ്സ് വേദനിച്ചേക്കാം. അതുകൊണ്ട് അങ്ങയുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ വീട്ടിൽ ചെന്ന് തീർത്തോളൂ. ഓർക്കുക, വിധവയുടെ മുന്നിൽ വെച്ച് ഭാര്യയോടുള്ള സ്നേഹം കാണിക്കല്ലേ. ദരിദ്രരുടെ മുന്നിൽ തന്റെ സമ്പത്തിന്റെ മേനി പറയല്ലേ. കറികളും മറ്റും ഉണ്ടാക്കുമ്പോൾ അയൽ വീടുകളിൽ പാവപ്പെട്ടവർ ഉണ്ടെങ്കിൽ കുറച്ചധികമുണ്ടാക്കി ആ വീടുകളിലും എത്തിക്കുക. വീട്ടിലുണ്ടാക്കുന്ന കറിയുടെ മണം കാരണം പാവപ്പെട്ട മക്കൾ കരയുവാനും അതുണ്ടാക്കി കൊടുക്കാൻ കഴിയാതെ രക്ഷിതാക്കൾ സങ്കടപ്പെടാനും ഇടവരുത്തരുത്. നന്മ തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്യുക.